മോത്തി ഈ ചൂരൽമലയുടെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശത്താണ്, അതായത് വെള്ളം കുത്തിയൊഴുകി വന്ന കുറച്ചുകൂടി മുന്നോട്ട് വന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ചൂരൽമലയുടെ താഴ്ഭാഗം എന്ന് വേണം നമുക്ക് പറയാം. അവിടെ ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. താരതമ്യേന മുകൾ ഭാഗത്തിനേക്കാൾ നാശനഷ്ടം, ആൾനാശവും ഒക്കെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ താഴ്ന്ന ഭാഗം. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും നാശനഷ്ടവും ആൾനാശവും ഒക്കെ കുറഞ്ഞു വരുന്നതാണ്. കാരണം ആളുകൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സാവകാശമുണ്ടായിരുന്നു. ഒപ്പം തന്നെ വീടുകളും ഇവിടെ വലിയ തോതിൽ നശിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി മുകളിൽ നിന്നും വീടുകൾ തകർന്ന ആ വീടുകളും മരങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന ഈ ഭാഗത്തും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മുകൾ ഭാഗത്താണ് തീവ്രമായ പരിശോധനയുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റഡാറുകൾ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ചൂരൽമലയുടെ മുകൾ ഭാഗത്തും മുണ്ടക്കൈ പ്രദേശത്തും ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നു. JCB അത് സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ മണ്ണിളക്കുന്നു. അവിടെ തെരച്ചിലുള്ള സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അവിടെ തെരച്ചിൽ നടത്തുന്നു. ആ രീതിയിലാണ് തെരച്ചിൽ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 138ഓളം ആളുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട്, കാണാനുണ്ട്, മിസ്സിംഗ് ആണ് എന്നുള്ള കണക്കാണ് ഔദ്യോഗികമായി സർക്കാരിൻ്റെ കൈവശമുള്ളത്. പക്ഷേ നാട്ടുകാരുടെയും മറ്റുമൊക്കെ കൂട്ടിച്ചേർക്കലുകളും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളനുസരിച്ച് ആ കണക്കിലൊക്കെ വ്യത്യാസമുണ്ടാകാം. പക്ഷേ അത് 138 പേരെങ്കിലും കണ്ടെത്താനുണ്ട് എന്നൊരു ഔദ്യോഗികമായ ഒരു കണക്കുണ്ട്. ആ കണക്കിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിതുപോലെ NDRFൻ്റെ സേനാംഗങ്ങളുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, പോലീസുണ്ട്, വിവിധ സന്നദ്ധ സംഘടനാ വളണ്ടിയർമാരുണ്ട്. അവർ ആ രീതിയിൽ ഏതെങ്കിലും ചെളിയിൽ പൂണ്ട നിലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഷഹീദ്, ഇന്ന് ഏതൊക്കെ സംഘങ്ങൾ ആ സ്ഥലത്ത് ഇപ്പൊ ചുഴൽമലയിൽ നിൽക്കുമ്പോൾ ബെയിലി പാലം വഴി കടന്നു പോകുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇന്നും സോണുകളായി തിരിച്ചു തന്നെയാണോ ഈ തെരച്ചിൽ തുടരുന്നത്? ഈ വിവിധ സോണുകളിലേക്ക് എത്ര ആൾക്കാർ, അത് ഏതൊക്കെ സംഘത്തിൽ ഉൾപ്പെട്ടവർ അങ്ങോട്ടേക്ക് കടന്നു പോയിട്ടുണ്ട് ഷഹീദ്? മോത്തി, NDRFൻ്റെ സേനാംഗങ്ങളുണ്ട്, പോലീസ് സേനയുണ്ട്, ഒപ്പം തന്നെ ഏകദേശം 500-ലധികം ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടന വളണ്ടിയർമാർ, അവർ നാട്ടുകാരായ ആളുകൾ അല്ലെങ്കിൽ പ്രദേശം അറിയുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളും, അവരും ഏകദേശം ഒരു 500-ലധികം ആളുകളുണ്ട്. അങ്ങനെ വിവിധ സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമൊക്കെയായി സംയുക്തമായാണ് ടീം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിവിധങ്ങളായ കേന്ദ്രങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഞ്ചിരിവട്ടം കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിലൊരു സംഘമുണ്ട്. തൊട്ട് താഴെയുള്ള മുണ്ടക്കൈ പ്രദേശത്തുണ്ട്. ചൂരൽമലയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. ചൂരൽമലയുടെ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് നടന്ന പ്രദേശത്ത് മുകൾ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നു. മുണ്ടക്കൈയുടെ സൈഡിൽ, പുഴയുടെ അങ്ങേ സൈഡിലുള്ള ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നു. ചൂരൽമലയുടെ താഴെ പരിശോധന നടത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ കേന്ദ്രങ്ങൾ പരിശോധന തിരച്ചിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പരിശോധന 10ാം ദിനവും കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടത്തുന്നു. ഈ സോണുകളായി തിരിച്ച് വിവിധ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരുന്നല്ലോ കുറേ ദിവസമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്.